അരുൺ അമൃത നമുക്കിപ്പം തുടരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ ഹൈ റിസ്ക് പട്ടികയിൽ ആരൊക്കെയാണുള്ളത്? എത്ര പേർക്കാണ് ഇപ്പോൾ ഈ ഒരു നിരീക്ഷണത്തിലുള്ള എത്ര പേർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ട് അരുൺ? നിലവിൽ 63 പേരാണ് ഹൈ റിസ്ക് പട്ടികയിലുള്ളത് ആര്യ. അതിൽ 2 പേർക്കാണ് രോഗലക്ഷണങ്ങളുള്ളത്. അതായത് കുട്ടിയോടൊപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐസൊലേഷനിലായ കുട്ടിയുടെ അച്ഛൻ, അമ്മ, അമ്മാവൻ ഇവർക്ക് നിലവിൽ ഇതുവരെ രോഗലക്ഷണങ്ങൾ കാണിച്ചിട്ടില്ല. ഒപ്പം തന്നെ കുട്ടിയോടൊപ്പം ബസ്സിൽ ഉൾപ്പെടെ സഞ്ചരിച്ച മറ്റൊരു സുഹൃത്തും വിദ്യാർത്ഥിയുമായ അങ്ങനെ 2 പേരാണ്. ഇവർ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് നിരീക്ഷണത്തിലുള്ളത്. ഇവർക്ക് 2 പേർക്കുമാണ് രോഗലക്ഷണങ്ങൾ പ്രകടമാക്കിയത്. ഇവരുടെ നമ്മുടെ സംസ്ഥാനത്തെ സാമ്പിളുകൾ പരിശോധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലം ഇന്ന് ഉച്ചയോടുകൂടി അറിയാൻ സാധിക്കും എന്നാണ് ആരോഗ്യവകുപ്പ് നമ്മളെ അറിയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ കുട്ടിയുടെ 14-കാരൻ്റെ വിവരം സംബന്ധിച്ചാണെങ്കിൽ ഒന്നുകൂടെ അതിലേക്ക് പരിശോധിച്ചാൽ ജൂലൈ 10-ന് ആദ്യം ഈ പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി സ്വദേശിയായ 14-കാരന് രോഗം ബാധിക്കുകയുണ്ടായി. ജൂലൈ 12-നാണ് പാണ്ടിക്കാട് സ്വകാര്യ ക്ലിനിക്കിൽ ചികിത്സ തേടുന്നത്. 13-ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സ തേടി. ജൂലൈ 15-ന് ഇതേ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അന്ന് തന്നെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കുട്ടി അന്ന് അബോധാവസ്ഥയിലായി. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ മസ്തിഷ്ക ജ്വരം ഉണ്ടാവുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ വൈറസാണ് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്നത്. അങ്ങനെയുള്ള വൈറസുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തി. അതെല്ലാം നെഗറ്റീവായിരുന്നു. അപ്പോൾ ഈ അപൂർവ ഇനം വൈറസ് ആകാം ഈ മസ്തിഷ്ക ജ്വരത്തിന് കാരണമെന്ന നിഗമനത്തിലെത്തിയാണ് നിപ്പ ഉൾപ്പെടെയുള്ള സംശയത്തിലേക്ക് എത്തിയത്. അങ്ങനെ ഈ NIV-യിലേക്ക് ഈ പരിശോധനാ ഫലം അയക്കുന്നു. ആദ്യം സംസ്ഥാനത്ത് പരിശോധന നടത്തി, അത് പോസിറ്റീവായിരുന്നു. NIV-യുടെ സ്ഥിരീകരണത്തിനായി കാത്തിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി രോഗം സ്ഥിരീകരിച്ചു. അപ്പോൾ മുതൽ ഈ ആരോഗ്യനില ഒരേ നിലയിൽ തുടരുകയായിരുന്നു. കുട്ടി വെന്റിലേറ്ററിലായിരുന്നു. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റുകയാണ് ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ്. അതിന് ഊർജ്ജസ്വലമായി തന്നെ ആരോഗ്യവകുപ്പിൻ്റെ ഇടപെടലുണ്ടായിരുന്നു. ഈ സമ്പർക്ക പട്ടികയൊക്കെ കേന്ദ്രീകരിച്ച് വിപുലീകരിച്ച് കൊണ്ട് തന്നെ കൂടുതൽ പേരെ കണ്ടെത്താൻ 246-ഓളം പേർ ആകെ നിരീക്ഷണത്തിലുണ്ട്. അത് ഈ കുട്ടിക്ക് രോഗം ബാധിച്ച പനി ബാധിച്ച അന്ന് മുതൽ ഇന്ന് വരെയുള്ള കണക്കിൽപ്പെടുന്നവരാണ്. അതിൽ 63 പേർ ഹൈ റിസ്ക് പട്ടികയിൽ വരുന്നതാണ്. പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ വരുന്നവരാണ്. ഇവരുടെ എല്ലാവരുടെയും ഈ സ്രവ പരിശോധനയ്ക്കായി അയക്കുമെന്നുള്ളതാണ്. ഹൈ റിസ്ക് പട്ടികയിൽ പെടുന്ന എല്ലാവരുടെയും സ്രവ പരിശോധന അയക്കും. ലക്ഷണങ്ങൾ കാണിക്കുന്നവരെ ഐസൊലേറ്റ് ചെയ്ത് അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എന്തായാലും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിൽ നമുക്ക് നിപ്പ ബാധിച്ച ഒരു മരണം കൂടി ഉണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും ഖേദകരമായ കാര്യം കൂടിയാണ്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനെ ഇനിയുള്ള നമ്മുടെ ഒരു സാഹചര്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മുടെ അത്ര മുന്നൊരുക്കത്തിലൂടെയാണ് അതിനെ മറികടക്കേണ്ടത്. ഇതിനെ അതിജീവിക്കുക തന്നെ വേണം. ഈ 14-കാരൻ്റെ ആരോഗ്യനില തുടക്കം മുതൽ തന്നെ ഇത്തരത്തിൽ മോശമായിരുന്നു. ഈ രോഗം ബാധിച്ച് തുടക്കം മുതൽ തന്നെ മോശമായിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നലെ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ വ്യക്തമാക്കിയത്. ശ്വാസകോശത്തെ രോഗം ബാധിച്ചിട്ടില്ലായിരുന്നു. പല കേസുകളിലും നിപ്പ ശ്വാസകോശത്തെയാണ് അധികമായി ബാധിക്കുന്നത് എന്നുള്ളതാണ്. ഈ കേസിൽ ശ്വാസകോശത്തെ രോഗം ബാധിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ. പക്ഷേ ഈ 14-കാരനെ ഈ മസ്തിഷ്ക ജ്വരം ഉണ്ടായിരുന്നു, ചെള്ളുപനി സ്ഥിരീകരിച്ചിരുന്നു. അത്തരത്തിൽ സങ്കീർണമായ ഒരു ആരോഗ്യനിലയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നത്. ഇന്നിപ്പോൾ ഇത് ഔദ്യോഗികമായി മരണം സ്ഥിരീകരിക്കുകയാണ്. ആരോഗ്യമന്ത്രിയുടെ പ്രതികരണത്തിനായി നമ്മൾ കാത്തിരിക്കുകയുമാണ്. ഒപ്പം തന്നെ ഇനി കാര്യക്ഷമമായി തന്നെയുള്ള ഇതേ ഊർജ്ജസ്വലതയോടുകൂടെ തന്നെ നമ്മളും വ്യക്തിശുചിത്വമൊക്കെ ഈ പ്രദേശത്തുള്ളവർ പാലിച്ച് എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ച് ഇതിനോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയാൽ മാത്രം നമുക്ക് ഇതിനെ ഈ ഒരു ആശങ്കയും നമുക്ക് അതിജീവിക്കാനാകും. അതാണ് നമ്മുടെ മുൻകാല ചരിത്രം. 2018 മുതൽ ഇന്ന് വരെ നമ്മൾ കണ്ടത് ഇതാണ്. ഇത് 5-ാം തവണയാണ്. ഇത്തവണയും ഈ പ്രതിസന്ധിയെ നമുക്ക് പിടിച്ചു കെട്ടണം. അതിന് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം. അത് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണത്തിനായി നമ്മൾ കാത്തിരിക്കുകയാണ്.